എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂരിനടുത്തുള്ള അവണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ പേപ്പർ ഗ്ലാസ്സുകളെല്ലാം ഉണ്ടാക്കുന്ന ചെറിയൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ ഈ ഗ്ലാസ്സുകൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നേരിട്ടൊന്ന് പോയി കണ്ടാലോ? വരൂ. സാറേ, എന്താ പേര്? ഈ ഗ്ലാസ് ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലോ? അതെ അതെ, പേപ്പർ ഗ്ലാസ്, ബയോ പേപ്പർ ഗ്ലാസ്. ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത്? നമ്മളിതിന്റെ പ്രൊഡക്ഷൻ മെറ്റീരിയൽ, റോ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നു. അത് നമ്മൾ ഇതേപോലെ പേപ്പറിന്റെ ബണ്ടിൽസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മളിത് പേപ്പർ കട്ട് ചെയ്ത് ഇതുപോലെ ഈ പറയുന്ന ഇതിന്റെ അകത്തോട്ട് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഇതിന്റെ ഉള്ള പേപ്പറിന്റെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് അതിലോട്ട് കയറ്റുന്നു. അതിൽ പിന്നെ എല്ലാം ഇത് ഓട്ടോമാറ്റിക്, ഹൈ സ്പീഡ് ഓട്ടോമാറ്റിക് മെഷീനാണ്. അപ്പൊ ഇതിലൂടെ കയറ്റുന്ന പേപ്പർ ഈ ചാനലിലൂടെ അകത്ത് വന്ന് ഇത് മോൾഡ് എന്ന് പറയും. ഈ കാണുന്ന എല്ലാം മോൾഡുകളാണ് അതിന്റെ. അപ്പൊ മോൾഡിന്റെ ഉള്ളില് ഇത് ഇപ്പൊ ഉള്ളത് വെള്ളത്തിന്റെ മോൾഡാണ്. അതായത് നമുക്ക് 210 ml 150 ml ആണ്. അങ്ങനെ രണ്ട് രീതിയിലാണ് ഇപ്പൊ ഇതിന് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ മെഷീനിൽ തന്നെ ഇതിന്റെ മോൾഡുകൾ മാറ്റാനായിട്ട് സാധിക്കും. ആ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 2-3 തരത്തിൽ, അതായത് ML-കളിൽ വ്യത്യാസങ്ങൾ നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ സദ്യകളിലൊക്കെ യൂസ് ചെയ്യുന്നത് വെള്ളം ഗ്ലാസ്സുകൾ 210 ml ആണ്. അതെ, അതുപോലെ തന്നെ സാധാരണ രീതിയിൽ നമ്മൾ ചായ ഗ്ലാസ്സുകൾ അത് 150 ml. അപ്പോൾ ഇപ്പം നമുക്ക് സെയിൽ കൂടുതലുള്ള, അതല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ആവശ്യമുള്ളത് ഈ രണ്ട് മെറ്റീരിയലാണ്. പക്ഷെ ഇനി അങ്ങോട്ട് ചൂടുകാലം വരുന്നതോടുകൂടിയിട്ട് ജ്യൂസുകളുടെ കാലം സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യും. ഏതുതരം ജ്യൂസ് ആയാലും അതിന് വരുന്നത് 210 അല്ല, അതിന് നമ്മൾ 300, 310, 320 അങ്ങനെ സൈസ് 350 ml സൈസ് വരെ ഉണ്ട്. അപ്പം ആ സൈസുകൾ നമ്മൾ ഈ മോൾഡുകൾ ചേഞ്ച് ചെയ്ത് അത് വെക്കും. എന്നിട്ട് അതിലോട്ടും കൂടി പ്രൊഡക്ഷൻ എടുക്കുക ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് 150 ml. ഇത് ചായ ഗ്ലാസിന്റെ വാൾ എന്ന് പറയും. ഈ വാള് ഇങ്ങനെ ഈ രീതിയിൽ ഈ പ്രോസസ് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഇത് ഇങ്ങനെ ഒരു വാളാണ്, ഇതിന് വാൾ എന്ന് പറയും. പിന്നെ അടിയിലൊരു ബോട്ടം വരും. ഈ ബോട്ടമാണ് ഈ കാണുന്ന, ഇതിന് നമ്മൾ ബോട്ടം എന്ന് പറയും. അതായത് ബോട്ടത്തിന്റെ റോ മെറ്റീരിയൽ ആണ് ഈ കാണുന്ന റീൽ എന്ന് പറയും. ഈ റീൽ ഈ മെഷീനിലൂടെ കട്ട് ചെയ്ത് ബോട്ടത്തോട് ചേർന്ന് പേസ്റ്റ് ചെയ്യുക. അതായത് 150-250 ടെമ്പറേച്ചറിൽ അത് പേസ്റ്റ് ചെയ്യുന്നത്. ലീക്ക് വരുന്നില്ല. ഇല്ല, അത് ഹൈ ടെമ്പറേച്ചറിലാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതിലൂടെ നമ്മൾ ഈ പേപ്പറുകൾ, കട്ട് ചെയ്ത് വെച്ച പേപ്പറുകൾ നമ്മൾ ഫില്ല് ചെയ്യാണ്. ഈ കാണുന്ന ഇതിലൂടെ ഇത് പേപ്പർ ഇങ്ങനെ ഓരോ സിംഗിൾ പേപ്പേഴ്സ് ആയിട്ട് വലിച്ചെടുത്ത് ഇതിലൂടെ ഇവിടെ ഈ ഒരു പ്രോസസ്സിലാണ് ഇവിടെ ഹീറ്റിംഗ് നടക്കുന്നത്. അവിടെ നല്ല 210 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ആ റൗണ്ടിന്റെ വാള് എന്നാണ് ഇതിന് പറയാം. ഈ വാള് വന്ന് 2 ഓവർലാപ്പ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് അത് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റിക് പ്രസ് ചെയ്യുന്ന മെഷീനില്ലേ, അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ ഇത് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പേസ്റ്റ് ചെയ്ത് വരുന്ന ആ കപ്പ് നേരെ ഈ കാണുന്ന ഹോളിലോട്ട് കയറി ചെല്ലുക ചെയ്യുന്നത്. ആ കയറി ചെന്ന് ആ മോൾഡിന്റെ ഉള്ളിൽ കയറുന്നു. സെയിം ടൈം അവിടെ നിന്ന് ആ റീലാണെന്ന് പറയാം, അതിനാ റീൽ എന്ന് പറയാം. ആ റീലിൽ നിന്ന് നേരെ ഇതിന്റെ ബോട്ടം എന്ന് പറയും. ആ ബോട്ടം അവിടെ കട്ട് ചെയ്ത് ഇതിനോട് ചേർത്ത് വീണ്ടും ഈ സെയിം ഹീറ്റിംഗ് പ്രോസസ്സിൽ അവിടെ വീണ്ടും പേസ്റ്റ് അവ ചെയ്യുന്നത്. അങ്ങനെ ഇത് 8 മോൾഡാണ് വരുന്നത്. അറ്റ് എ ടൈം 8 മോൾഡ് ഇതിലൂടെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലോഡാവും. ഈ ലോഡാവുന്ന സമയം ഈ മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. അതായത് ഇതിന്റെ പല ഏരിയകളിലും സെൻസേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു സെൻസർ, അതെ, ഇതൊരു സെൻസറാണ്. ഇതാണ് കൗണ്ടിങ് സെൻസർ. ഈ കൗണ്ടിങ് സെൻസർ ഈ കാണുന്ന മീറ്റർ ബോക്സിൽ 57 എന്നുള്ളത് കൗണ്ടുകളാണ്. അപ്പൊ ഇവിടെ 100 ആവുമ്പോൾ ഇവിടെ ഒരു ബീപ്പ് സൗണ്ട് വരും. അന്നേരം നമ്മൾ ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ 100 ഫില്ല് ചെയ്യുന്നു, കെട്ടുന്നു, നേരെ ആ ബോക്സിലോട്ട് വയ്ക്കും. ഇതാണ് 100 ഈ 100 ഇവിടെ 100 വരില്ല, ഒരു 80-90 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി ഇവിടെ വയ്ക്കാം. പിന്നെ ഒരു 10 ആകുമ്പോഴത്തേക്കും ഇവിടെ 100 തന്നെ ബീപ്പ് സൗണ്ട് വരും. ആ 10 എടുത്ത് പാക്ക് ചെയ്യുന്നു, കെട്ടുന്നു, നമ്മുടെ കാർട്ടൂൺ ബോക്സിൽ കയറ്റി ആഡ് ചെയ്യും. നമ്മൾ 2 രീതിയിൽ, അതായത് 150 ml തന്നെ 160 GSM 170 GSM ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഈ രണ്ട് GSM ആണ് പേപ്പറിന്. ഓക്കെ, ഇത് 160-ഉം ഇത് 170 GSM. അതായത് ഈ വോളും ഈ ബോട്ടവും കൂടിയിട്ടുള്ളതാണ് പേപ്പറിന്റെ തിക്നെസ്. നമ്മൾ GSM എന്ന് പറയുന്നത് പേപ്പറിന്റെ തിക്നെസ്സിനാണ് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് ക്വാളിറ്റി കൂടിയത് ഇത്, ക്വാളിറ്റി കുറച്ച് കുറഞ്ഞത് 160 GSM എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ചെറിയൊരു വേരിയേഷൻ വരും, വിലയിലും വേരിയേഷൻ വരും. അപ്പൊ നമ്മൾ കടകളിൽ ഒരു പക്ഷേ ഇത് വില കൂടിയത് മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ തിക്നെസ്സിലാണ് വ്യത്യാസം വരുന്നത്. ഈ ചായ കുടിക്കുന്നത് വെള്ളം കുടിക്കുന്ന രണ്ടാണ്.
രണ്ടാണ്. ഇത് ചായയുടെയും ഇത് വെള്ളത്തിന്റെയാണ്. നമ്മുടെ സാധാരണ സദ്യ അങ്ങനത്തെ പ്രോഗ്രാമുകളിൽ നമ്മൾ വെള്ളത്തിന് യൂസ് ചെയ്യുന്ന കപ്പാണ്. ഈ ഒരു 210 ml ആണ് ഇത് വരുന്നത്. GSM 172 GSM ആണ് വരുന്നത്. അപ്പൊ ഇതിനേക്കാളും കൂടുതലാണോ? അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതായത് ചായയുടെയിലും വെള്ളത്തിന്റെയിലും രണ്ട് തിക്നെസ് നമ്മൾ കൂടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ജ്യൂസിന് മറ്റുള്ള ജ്യൂസിന് നമ്മൾ പല രീതികളിൽ, അതായത് ഇപ്പം ജ്യൂസിന്റെ കപ്പാണ് 310 ml 350 ml വരെ ജ്യൂസിന്റെ കപ്പ് വരുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പം ജ്യൂസിന്റെ കപ്പ് ഇവിടെ കുറച്ചുകൂടി നീളം ഉണ്ടാവും. അതായത് 310 ഇവിടെ തൊട്ട് ഇവിടെ വരെയെങ്കിലും നീളം കാണും. അതിൽ തന്നെ തിക്നെസ് കൂടിയത് ഡബിൾ വാളും ട്രിപ്പിൾ വാളും അടക്കം വരുന്നുണ്ട്. അതായത് ഡബിൾ വാൾ എന്ന് പറയുന്നത് ഈ തിക്നെസ്സിനെ ഒരു പേപ്പർ കൂടിയും വെച്ച് കവർ ചെയ്തിട്ടുള്ള തിക്നെസ് വരും. നല്ല കനമുള്ള പേപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ട്രിപ്പിൾ ലെയർ എന്ന് പറയുന്നത് ഇവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്കൊരു കാർഡ്ബോർഡിന്റെ ഒരു ഇത് കൂടി വരുമ്പോഴാണ് അതിന് ട്രിപ്പിൾ ലെയർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ജ്യൂസുകളുടെ ഇത് വരുന്നത്. ഇതിലിപ്പോ നമുക്ക് ഒരു ദിവസം 12 മണിക്കൂർ അടിക്കണമെങ്കിൽ എത്ര എണ്ണം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും? 1.5 മണിക്കൂറിൽ ഒരു ബോക്സ് ആണ് കണക്ക്. ഒരു ബോക്സ് അതിൽ എത്ര എണ്ണം വരും? ഒരു ബോക്സ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഒരു ബോക്സ്. 6000 പീസ് സിംഗിൾ പീസ് വരും. അത് അപ്പൊ ഇതിന് കൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഉണ്ടാവും. അതാണ് നമ്മൾ ഈ പറയുന്ന സ്പീഡ്. അതായത് ഈ മെഷീൻ ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 130 സ്പീഡ് വരെ ഇത് മാക്സിമം ചെയ്യാം. കപ്പാസിറ്റിയാണ് 130 മാക്സിമം. പക്ഷെ നമ്മളത് ഒരു 100-ന്റെ താഴെ അല്ലെങ്കിൽ ഒരു 90-95-ന്റെ ഇടയിലുള്ള സ്പീഡ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതെന്തിനാ നമ്മൾ ഇതിന്റെ വെയർ ആൻഡ് ടയർ ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഒരു പുതിയ മെഷീനാണ്. അപ്പൊ അത് നമുക്ക് ഒരു കാലാകാലത്തോളം കൊണ്ടുപോകണമെങ്കിൽ മെയിൻ്റെനൻസ് വരുമോ? മെയിൻ്റെനൻസ് അധികം വരില്ല. നമുക്ക് ഇയാള് നമുക്കൊരു മെക്കാനിക് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ചെറിയൊരു അലൈൻമെന്റിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പം അലൈൻമെന്റ് വരുമ്പോൾ ഗ്ലാസ് പൊട്ടും. ഗ്ലാസിന്റെ ഇത് നർലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിങ്ങനെ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നതാണ് നർലിംഗ് എന്ന് പറയുന്നത്. ഈ നർലിംഗില് പൊട്ടൽ വരും. അപ്പൊ പൊട്ടൽ വരുന്നത് പല കാരണങ്ങളായിരിക്കും. ഈ ബീഡിങ്. അപ്പൊ ഈ ബീഡിങ് നമ്മൾ വെള്ളം അതിലോട്ട് കറക്റ്റ് സ്പ്രേ ചെയ്യാത്തതിന്റെ കാരണമായിട്ടും പിന്നെ ടെമ്പറേച്ചറിന്റെ ചെറിയ വേരിയേഷൻ കാരണമൊക്കെ ആയിട്ടാണ് നർലിംഗ് പൊട്ടുക. പിന്നെ പൊട്ടുന്ന സ്ഥലമാണ് പേസ്റ്റിംഗ്. ഈ വോള് പേസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ. അപ്പൊ ഇതില് മിസ്സിംഗ് വരുമ്പോൾ വെള്ളത്തിന് ലീക്ക് വരും. അപ്പൊ അതായത് നമ്മൾ ഓരോ 3 മണിക്കൂറിനും ഒരു ഫുൾ മോൾഡ് വാട്ടർ ടെസ്റ്റ് ചെയ്യും. അതായത് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം നമ്മളൊരു ട്രേയില് വെച്ചുകൊണ്ട് 100 ഡിഗ്രി വെള്ളം. അതായത് നമ്മൾ നോർമലി തിളപ്പിച്ച വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ തിളപ്പിച്ച വെള്ളം ഓരോ 3 മണിക്കൂറിലും ട്രേകളിൽ വെച്ചിട്ട് ഓരോ സമയത്തെ മോൾഡിൽ നിന്ന്, അതായത് ഒരു ഫുൾ മോൾഡിൽ നിന്ന് ഒരെണ്ണം എടുക്കും. സാമ്പിൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മണിക്കൂർ, അതായത് ഒരു ട്രേയിൽ വെച്ച് 1 മണിക്കൂറോളം ലീക്ക് ഇല്ലാതെ ഇരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. 1.5 മണിക്കൂറോ ലീക്ക് ഇല്ലാതിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ നല്ല രീതിയിലായിട്ട് പോകുന്നത്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ വെള്ളം പുറത്തേക്ക് ചാടും. പേപ്പറാണ് താനും അതുപോലെ തന്നെ ബയോ പേപ്പറാണ്. അതായത് മാർക്കറ്റിൽ തമിഴ്നാടുകളിലും അല്ലെങ്കിൽ കർണാടകത്തിലൊക്കെ ഇതിന് മുകളിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറെ മുന്നേ ആയിട്ട് നമ്മൾ പേപ്പർ കപ്പ്, ബയോ പേപ്പർ കപ്പ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. പക്ഷെ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു ഒരാഴ്ച ഇത് വെക്കാന്ന് വയ്ക്കുക. ഒരാഴ്ച കഴിഞ്ഞാൽ ഇതേമാതിരി ചൂടുവെള്ളം ഒഴിച്ച് അതേമാതിരി നിൽക്കും. ചായ കുടിക്കുമ്പോഴും അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊന്നും പല ആൾക്കാർക്കും അറിയില്ല. പറഞ്ഞു തന്നതിന് സന്തോഷം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.